യു എസിൽ മൂന്നാമതൊരു പാർട്ടി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വിൻ ചെയ്യാൻ വല്ല സാധ്യതയുണ്ടോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാനുവരി 20-നാണ് 2025-ലാണ് 47th പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ജെ ട്രംപ് അധികാരത്തിൽ വരുന്നത്. യു എസിൽ പ്രധാനമായിട്ടും രണ്ട് പാർട്ടികളാണുള്ളത്. ഒന്ന് ഡൊണാൾഡ് ജെ ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടി. ആ പാർട്ടിയുടെ സിമ്പൽ എന്ന് പറയുന്നത് ഒരു ആനയാണ്. മറ്റേ പാർട്ടി എന്ന് പറയുന്നത് കമല ഹാരിസിൻ്റെ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടി. ഈ പാർട്ടിയുടെ സിമ്പൽ എന്ന് പറയുന്നത് ഒരു കഴുതയാണ്. അപ്പോൾ ഈ ആനയും കഴുതയും കൂടെയുള്ള ഒരു മത്സരമാണ് ഈ വർഷങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടി വിൻ ചെയ്യും. ആ പാർട്ടിയിലെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിരിക്കും അടുത്ത ആ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഡൊണാൾഡ് ജെ ട്രംപ് ആണ് വിജയിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ കറൻറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡൊണാൾഡ് ജെ ട്രംപ് ആണ്. അദ്ദേഹത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തത് ഈ ഇലക്ഷനിൽ അദ്ദേഹത്തെ ജയിപ്പിക്കാനായി ഏറ്റവും കൂടുതൽ പൈസ ഇറക്കിയിരിക്കുന്നത് ഇലോൺ മസ്ക് ആണ്. അപ്പോൾ ചില മാധ്യമങ്ങൾ പറയുന്നു 260 മില്യൺ എന്ന് പറയുന്നുണ്ട്, 277 മില്യൺ എന്ന് പറയുന്നു, 288 മില്യൺ എന്ന് പറയുന്നു, ചിലർ 300 മില്യൺ എന്നും പറയുന്നത്. അപ്പോൾ ഇത്രയും $1 മില്യൺ സ്പെൻഡ് ചെയ്താണ് അദ്ദേഹത്തിനെ വിജയിപ്പിച്ചത്. അപ്പോൾ ഇദ്ദേഹമാണ്, ഇലോൺ മസ്ക് ആണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത ഇൻഡിവിജ്വൽ ഡോണർ. അപ്പോൾ ഇലോൺ മസ്ക് ഇത്രയും പൈസ ചെലവഴിച്ചപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങൾ കണ്ടിരിക്കണം. അപ്പോൾ ഏതായാലും ആ ഉദ്ദേശങ്ങളൊന്നും നടക്കാതെ വന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്പോൾ ട്രംപുമായിട്ട് അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിനെ, ഇലോൺ മസ്കിനെ ഡോജ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഹെഡാക്കി, അതേപോലെ തന്നെ ഇദ്ദേഹം ഒരു സീനിയർ അഡ്വൈസറായിട്ട്, അതായത് പ്രസിഡന്റിൻ്റെ സീനിയർ അഡ്വൈസറായിട്ടും അദ്ദേഹത്തെ നിയമിച്ചിരുന്നു. അതായത് ജനുവരി 20, 2025. പിന്നീട് എന്താണ് ഈ ഡോജ് സംഘടന എന്ന് നമുക്കൊന്ന് നോക്കാം. ഡോജ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി, അതാണ് ഡോജ്. ഈ ഡോജ് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും കൂടെ ഡിസ്കസ് ചെയ്ത് 2024-ലാണ് ഇങ്ങനെയൊരു ഗ്രൂപ്പ്, ഈ ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ഈ ഗ്രൂപ്പിനെ ഒഫീഷ്യലി ഈ ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ട് ഓർഡർ വരുന്നത് ഈ ജനുവരി 20, 2025-ലാണ്. അതായത് ട്രംപ് എന്ന് അധികാരത്തിൽ വന്നു അന്നാണ് ഈ ഒരു ഗ്രൂപ്പിനും ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റിയൊക്കെ ഒന്ന് മാക്സിമൈസ് ചെയ്യുക, ഗവൺമെൻറ്റിലെ റെഗുലേഷൻസിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക, അവരുടെ സ്പെൻഡിങ്ങിൽ കുറച്ച് കട്ട് ചെയ്യുക, സ്പെൻഡിങ് ഒക്കെ കട്ട് ചെയ്ത് എല്ലാ രീതിയിലും ഒരു എഫിഷ്യൻസി എൻഷുവർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ കൂടെ തുടങ്ങിയ ഒരു സംഘടനയാണ് ഒരു വിഭാഗമാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി, അല്ലെങ്കിൽ ഡോജ് എന്ന് പറയുന്നത്. ഏതായാലും 6 മാസം തികയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇലോൺ മസ്ക് ഇതിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഈ ഗവൺമെൻറ് ഡ്യൂട്ടീസ് വിട്ടിട്ട് പുറത്ത് വന്നതിന് ശേഷം അദ്ദേഹം ട്രംപിനെതിരെ പോസ്റ്റ് ചെയ്യുന്നു, അതുപോലെ ട്രംപ് അദ്ദേഹത്തിനെതിരെയും പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇലോൺ മസ്ക് ഒരു പുതിയ പാർട്ടി തുടങ്ങാൻ പോകുന്നു. ആ പാർട്ടിയുടെ പേര് എന്ന് പറയുന്നത് ദ അമേരിക്ക പാർട്ടി എന്നാണ് അദ്ദേഹം പേരിട്ടതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ അമേരിക്ക പാർട്ടിയെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വിഭാഗത്തിൽ അമേരിക്ക മീഡിയ പറയുന്നത് ഈ പാർട്ടി സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്ന ചർച്ചകളാണ് നടക്കുന്നത്. ഒരു വിഭാഗം, അതായത് മജോറിറ്റി പറയുന്നത് ഇത് സക്സസ്ഫുൾ ആകാൻ ചാൻസ് ഇല്ല. എന്തുകൊണ്ട് സക്സസ്ഫുൾ ആകില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ അമേരിക്കൻ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ പല തേർഡ് പാർട്ടീസും മുകളിലേക്ക് വന്നു എങ്കിലും അവർക്കൊന്നും ഇത് സക്സസ്ഫുൾ ആകാൻ പറ്റിയില്ല. അവർക്കൊന്നും 1-2 പേരൊക്കെയാണ് പിന്നെയും ഒരു കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചത്. എന്നാലും അവർക്കും അത്രയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവർക്കും പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ജയിക്കാൻ അവരെ കൊണ്ടും പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പാർട്ടി സക്സസ്ഫുൾ ആകാൻ, പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ സക്സസ്ഫുൾ ആകാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് മജോറിറ്റി അഭിപ്രായപ്പെടുന്നത്. എന്നാലും ഒരു മൈനോറിറ്റി അഭിപ്രായപ്പെടുന്നത് അദ്ദേഹം അമേരിക്കയിൽ ഒരുപാട് മാറ്റങ്ങൾ, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ്, അതുപോലെ സോഷ്യൽ മീഡിയ, അതുപോലെ സ്പേസ് എക്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി നമുക്കറിയാം, ഇതിലൊക്കെ തന്നെ
വൻ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ എന്താ സക്സസ്ഫുൾ ആകില്ല എന്ന് എഴുതി തള്ളാൻ പറ്റില്ല എന്ന് പറയുന്നവരുമുണ്ട്. അതുകൊണ്ട് മൈനോറിറ്റി പറയുന്നത് ഇദ്ദേഹം സക്സസ്ഫുൾ ആകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്.